ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്നും അല്പം മാറി പുക്കാട്ടുപടിക്കടുത്തായി ബസ് സ്റ്റോപ്പിൽ നിന്നും ജസ്റ്റ് 100 മീറ്റർ മാത്രം അകലെയായി നിൽക്കുന്ന 4 ബെഡ്റൂമിൻ്റെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി നിൽക്കുന്ന വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ വീട് ഫ്ലഡ് എഫക്റ്റ് ചെയ്യാത്തൊരു ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 10 കിലോമീറ്ററും രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 2.5 കിലോമീറ്ററും ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂളിലേക്ക് 3 കിലോമീറ്റർ ദൂരത്തായാണ് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം വരിക. കിഴക്കമ്പലം 2020 പഞ്ചായത്തിൻ്റെ 1ാം വാർഡിലാണ് ഈ വീട് നിൽക്കുന്നത്. കാണുന്ന പോലെ ഒരു കൊളോണിയൽ സ്റ്റൈലിലാണ് വീടിൻ്റെ എലിവേഷൻ. ഫ്രണ്ടിലായി ടെക്സ്റ്റർ വർക്കുകളും LED ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. 4 മീറ്ററോളം വീതി വരുന്ന ഇന്റർലോക്ക് കട്ടവിരിച്ച റോഡിന് അഭിമുഖമായാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. മനോഹരമായ ചുറ്റുമതിലെല്ലാം നമുക്ക് കാണാം. ടെക്സ്റ്റർ വർക്കുകളെല്ലാം മതിലിലും കൊടുത്തിട്ടുണ്ട്. സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന വലിപ്പമുള്ള ഒരു ഗേറ്റ് തന്നെയാണ് വീടിന് മുന്നിലായി കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് നമുക്ക് ഇനി വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കെ തന്നെ ഒരു ലൈക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഗേറ്റ് തുറന്നു വന്നു കഴിഞ്ഞാൽ വിശാലമായൊരു മുറ്റം ഇവിടെ ലഭിക്കുന്നുണ്ട്. 2 XUV മോഡലുള്ള വണ്ടി പാർക്ക് ചെയ്യാവുന്ന ഒരു പ്രൊവിഷൻ അവിടെ ലഭിക്കുന്നുണ്ട്. ഇന്റർലോക്ക് കട്ടയും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് മുറ്റത്ത് വിരിച്ചിരിക്കുന്നത്. ഈ വീടിന്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. വടക്കിഴക്കേ മൂലയിലായി കിണറിന്റെ സ്ഥാനവും ഇപ്പോൾ നമ്മൾ കണ്ടതാണ്. ചുറ്റുഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം സെറ്റ് ബാക്ക് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാൻ ഇതുപോലുള്ളൊരു വീട് നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. വീടിൻ്റെ ഡയറക്ഷൻ വരുന്നത് വടക്ക് ഭാഗത്തേക്കാണ്. ഡോറിൻ്റെ ഡയറക്ഷൻ വരുന്നത് കിഴക്ക് ഭാഗത്തേക്കുമായാണ്. ചെറിയൊരു സിറ്റ് ഔട്ട് കൊടുത്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആഞ്ഞിലിയും മഹാഗണിയുമാണ് ഇവിടെ മരങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ളത്. ഡോർ തുറന്ന് കയറി വരുന്നത് വലിപ്പമുള്ളൊരു ഗസ്റ്റ് ലിവിംഗ് ഹാളിലേക്കാണ്. ഇവിടെ ഫോൾ സീലിംഗ് വർക്കുകളും പ്രൊഫൈൽ ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഫ്ലോറിങ്ങിന് 5 അടി നീളം വരുന്ന വലിപ്പമുള്ള വെട്രിഫൈഡ് ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നേരെ കാണുന്ന ഭിത്തിയിൽ മൾട്ടിവുള്ളിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള ഒരു TV യൂണിറ്റാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കാം. അത്യാവശ്യം വലിപ്പമുള്ളൊരു ഡൈനിങ് ഹാൾ തന്നെ ഇവിടെ ലഭിക്കുന്നുണ്ട്. വിശാലമായൊരു ഹോള് തന്നെയാണ്. ഇവിടെയെല്ലാം ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുള്ള ഈ വീടിൻ്റെ എല്ലാ റൂമിലും ഹോളിലും കിച്ചൺ അടക്കം സീലിംഗ് ഫാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. BLDC ഫാനുകളാണ്. ഈ ഒരു ഭാഗത്താണ് വീടിൻ്റെ വാഷ് കൗണ്ടർ വരുന്നത്. കൂടാതെ ക്രോക്കറി ഷെൽഫുകളും മറ്റുള്ള സ്റ്റോറേജ് സ്പേസും ലഭിക്കുന്ന രീതിയിലുള്ള വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ള ഒരു ഏരിയ നമുക്ക് കാണാം. ഇനി നമുക്ക് നേരെ കിച്ചണിൻ്റെ ഭാഗത്തേക്ക് ചെല്ലാം. അത്യാവശ്യം വലിപ്പമുള്ളൊരു കിച്ചൺ തന്നെയാണ് ഇവിടെ ലഭിക്കുക. ഗ്രേ കളറിൽ വരുന്ന മനോഹരമായ കബോർഡ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കും സീലിംഗ് ഫാനും ചെയ്തിട്ടുണ്ട്. ഇവിടെയായി ഒരു വർക്ക് ഏരിയ സ്പേസും അഡീഷണൽ ആയിട്ട് ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് പോയി നോക്കാം. ഈ ഒരു ബെഡ്റൂം 120 സ്ക്വയർ ഫീറ്റിൽ വരുന്നൊരു ബെഡ്റൂമാണ്. ഇവിടെയും സീലിംഗ് വർക്കുകളും കബോർഡ് വർക്കും 2 ഭിത്തിയിലും വലിപ്പമുള്ള വിൻഡോയും കൊടുത്തിട്ടുണ്ട്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. സെറ ബ്രാൻഡിൻ്റെ കൺസീൽഡോടുകൂടി വരുന്ന ഫ്ലഷ് ടാങ്കും ക്ലോസറ്റ് എല്ലാം കൊടുത്താണ് ആ ഒരു ബാത്റൂം നിർമ്മിച്ചിരിക്കുന്നത്. വീടിൻ്റെ 2ാമത്തെ ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം 140ഓളം സ്ക്വയർ ഫീറ്റിൽ വരുന്ന ബെഡ്റൂമാണ്. ഇവിടെയും നേരത്തെ കണ്ട പോലെ തന്നെ കബോർഡ് വർക്കും ഫോൾ സീലിംഗ് വർക്കെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇനി നമുക്ക് നേരെ തിരിച്ച് ഡൈനിങ് ഹാളിലേക്ക് തന്നെ തിരിച്ചു വരാം. സ്റ്റെയർ കേസിൻ്റെ താഴ്ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളത്. സ്റ്റെയർ കേസിൻ്റെ ഹാൻഡിലിനായി സ്റ്റീലും വുഡുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സ്റ്റെയർ കേസിൻ്റെ ഫ്ലോറിങ്ങിന് ഗ്രാനൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റെപ്പ് കയറി നേരെ 1ാമത്തെ നിലയിലേക്ക് വരാം. സ്റ്റെയർ കേസ് കയറി വരുന്ന ഒരു L ഷേപ്പിൽ വരുന്ന ഒരു സ്പേസിലാണ്. അത് നേരെ ചെല്ലുന്നത് ഒരു TV വെച്ച് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള TV റൂമായിട്ടോ അല്ലെങ്കിൽ ഒരു ഹോളായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു സ്പേസാണ്. അവിടെയും ഒരു TV യൂണിറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റുകളും സീലിംഗ് ഫാനും ഇവിടെയും നമുക്ക് കാണാൻ കഴിയും. മുകളിലെ നിലയിൽ 2 ബെഡ്റൂമും ബാൽക്കണിയും യൂട്ടിലിറ്റി ഏരിയയുമാണ് ലഭിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് വിശാലമായ ഒരു ബാൽക്കണിയിലേക്ക് ഇറങ്ങാം. അത്യാവശ്യം വലിപ്പമുള്ളൊരു ബാൽക്കണി തന്നെയാണ്. പ്രകൃതി ഭംഗിയോട് ഇണങ്ങിച്ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ബസ് സ്റ്റോപ്പിലേക്ക് 100 മീറ്റർ മാത്രമേ ദൂരം വരുന്നുള്ളൂ. ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. 160ഓളം സ്ക്വയർ ഫീറ്റിൽ വരുന്ന വീടിൻ്റെ വലിപ്പമുള്ളൊരു ബെഡ്റൂമാണ്. ഇവിടെ കബോർഡ് വർക്കും വലിപ്പമുള്ളൊരു ബാത്റൂമും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ അവസാനത്തേതും 4ാമത്തേതുമായ ബെഡ്റൂമിലേക്ക് പോകാം. അത് വരുന്നത് ഈ ഒരു ഭാഗത്തായാണ്. ഇതും താഴെ കണ്ട ബെഡ്റൂമിൻ്റെ സെയിം അളവിൽ തന്നെ വരുന്ന ബെഡ്റൂമാണ്. ഇനി നമുക്ക് യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ് പോകാനുള്ളത്. അതിനു മുന്നായി വീടിൻ്റെ മറ്റുള്ള വിശദ വിവരങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം.
എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്നും അല്പം മാറി പുക്കാട്ടുപടിക്കടുത്തായി കിഴക്കമ്പലം 2020 പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ബസ് സ്റ്റോപ്പിൽ നിന്ന് 100 മീറ്റർ മാത്രം അകലെയായി നിൽക്കുന്ന 4.5 സെന്റിൽ 2080 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോടുകൂടി വരുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് 80 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. മറ്റുള്ള വിശദവിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു എവരിവൺ.